അത് പിന്നെ റെസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ പാനിന്റെ ഉള്ളിലിടെ സമയം കിട്ടൂല. പിന്നെ പാനിന്റെ ഉള്ളിൽ കുട്ടൻ കിടക്കൂല, പാനിന്റെ ഉള്ളിലേക്ക് കുട്ടൻ കയറൂല, എന്റെ കൈ തന്നെ ഇരിക്കും ഫിറ്റ് ഇറങ്ങുന്നോണം വരെ. സത്യമായിട്ട് പറഞ്ഞ കേട്ടോ, ഞാന് നുണ പറഞ്ഞല്ലേ. അയ്യോ സീരിയസ്ലി. പിന്നെ ആ ചേച്ചി ആശുപത്രി പിന്നെ ഉണ്ടല്ലോ ഇതൊക്കെ രാത്രി പറയും, ഇപ്പോൾ ഓഫീസിലിരിക്കുന്നു പണി പാടും. അയ്യോ എൻ്റെ മോനെ സത്യമാടോ, ഞാൻ 2 അടിച്ച് വേറെ ലെവൽ, എനിക്ക് 2 അടിച്ചെടുത്ത് തള്ളി ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ പിന്നെ എപ്പോഴും കൈ അവൻ്റെ ഇവിടെ ആയിരിക്കും, പിന്നെ അവൻ്റെ മുട്ട എൻ്റെ കയ്യിലായിരിക്കും 24 മണിക്കൂർ. ഫിറ്റ് തീർന്നോണമല്ല അതിങ്ങനെ നോക്കിയിരിക്കും. ചിലപ്പോൾ ഉമ്മ വയ്ക്കും, ചിലപ്പോൾ അയൽപ്പുറത്ത് ഇങ്ങനെ കിടക്കും, ചിലപ്പോൾ അവൻ്റെ കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടന്നുറങ്ങും. ഞാൻ അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. അയ്യോ തീരങ്ങൾ നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ല. എല്ലാ ആണുങ്ങളും ചില ആണുങ്ങളുടെ ഭാര്യമാര് പോലും തൊടുന്നില്ല എന്നാ പറയണം. ഇത് വിശേഷിച്ച് എല്ലാം തൊടുന്നു പിടിക്കുന്നു ചെയ്യുന്നു. ചില ആൺപിള്ളേർ കല്യാണം കഴിച്ചാൽ അവരുടെ ഭാര്യമാര് പോലും അങ്ങനെ തൊടുവോ, ആ സാധനം കൈ കൊണ്ട് പോലും തൊടുവില്ല, ഒരു ഉമ്മ പോലും വെക്കില്ല. അന്ന് അവൾമാർക്കാണെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ഏതെങ്കിലും ഭാര്യമാര് നിങ്ങളുടെ തൊഴാണ്ടിരിക്കുന്നതാണെങ്കിലുണ്ടോ? സത്യസന്ധമായിട്ട് പറയണം, എത്ര ആണുങ്ങളുടെ ഭാര്യമാര് തൊട്ടിട്ടില്ല, ഉമ്മ വെച്ചിട്ടില്ല ഒന്ന് പറയുമോ? മിക്ക ആണുങ്ങളുടെ കാണും. ആ സുഖം അനുഭവിക്കാത്തതുകൊണ്ട് അവന്മാർ വേറെ ലേഡീസിൻ്റെ അടുത്ത് പോണേ. മനസ്സിലായോ? ആരുടെയൊക്കെ ഭാര്യമാര് നിങ്ങളുടെ സാധനം തൊട്ടിട്ടില്ല, ഉമ്മ വെച്ചിട്ടില്ല, പിടിച്ചിട്ടില്ല, ഇപ്പം പറയണം. മനസ്സിൽ കൈ തൊട്ട് പറയണം. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ ആരും പറയില്ല. പറയുന്ന ആളുകൾ പറയും. എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കസ്റ്റമേഴ്സ്, ചേച്ചി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, എൻ്റെ ഭാര്യ പോലും എന്നെ ഇവിടെ തൊട്ടിട്ടില്ല ചേച്ചി. പക്ഷെ എൻ്റെ ചേച്ചി തൊട്ടപ്പോൾ ഉണ്ടല്ലോ, ചേച്ചി അയ്യോ എനിക്ക് ഉമ്മയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതാവരെ വിളിക്കുന്നേ? സത്യം കേട്ടോ. അയ്യേ നിങ്ങളെപ്പോലുള്ള ആൾക്ക് പറയാൻ, അയ്യേ ഇങ്ങൾക്കൊക്കെ അത് പറയത്ര മടി. അയ്യേ ബ്രഹ്മ പറയടാ നമുക്ക്. ബ്രഹ്മ നമുക്ക് ബോയ് ഫ്രണ്ട് ആവാം. പക്ഷെ ദുബായിലാണെന്ന് എനിക്കറിയില്ലല്ലോ. ദുബായിലായിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ടു. ചേച്ചി നിന്നെ സ്വർഗം കാണിക്കില്ലേ? പക്ഷെ അതിനും വേണം ഒരു യോഗം. ചേട്ടാ, ആണുങ്ങള് പെണ്ണുക്ക് മാത്രം സുഖം കൊടുത്താൽ പോരാ, പെണ്ണുങ്ങൾ തിരിച്ച് ആമ്പിള്ളേർക്കും സുഖം കൊടുക്കണം. പതുക്കെ 2 അടിക്കുന്ന ഗേൾഫ്രണ്ടിനെ വേണം. ഓക്കെ, അടിക്കാത്ത ഗേൾഫ്രണ്ടിനെ വെച്ചാൽ നിങ്ങൾ സാമാനം കൊണ്ടുവിടില്ല. എന്നെ പോലെ 2 അടിക്കുന്ന പെണ്ണുങ്ങളെ, കമ്മി കൂടുന്ന പെണ്ണുങ്ങളെ വയ്ക്കുക. പക്ഷെ ഊമ്പിക്കരുത് പെണ്ണുങ്ങളെ. ഊമ്പിച്ച പണി കിട്ടും. പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ എൻ്റെ സ്വഭാവം മാറും. എന്നെ ഊമ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു മുഖം കൂടി ഉണ്ട്. ഈ കാണുന്ന മുഖമൊന്നുമല്ല. മരിയക്കുട്ടി നോ ഊമ്പൽ. അയ്യോ നിങ്ങൾ ഊമ്പാറില്ല ചെന്നാ കേട്ടാ. അയ്യേ മരിയ, ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ മരിയക്കുട്ടി? നമ്മളെല്ലാവരും ചേച്ചി സീരിയസ് ആയിട്ട് പറയാണ് മരിയക്കുട്ടി, നമ്മൾ ഒരിക്കലും ഒരാണിനെ പറ്റിക്കാനോ, ഒരാൾ തിരിച്ച് പെണ്ണുങ്ങളെ പറ്റിക്കാൻ പാടില്ല. ഒരു ലേഡി ഒരാണിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ സ്നേഹിക്കാൻ നോക്കുക. നീ സാമാനം ഊമ്പല്ലേ? ഞാൻ ഊമ്പോട്ടോ, ഞാൻ ഊമ്പാറുണ്ട്. ഓക്കെ, ഊമ്പുന്നവനാണെങ്കിൽ ഊമ്പുന്നവൻ്റെ നല്ല ഊമ്പുന്ന സാധനമാണ് ഞാൻ ഊമ്പും. അല്ലാണ്ട് ഈ കണ്ണി കണ്ട മതി അതും ഞാൻ ചെയ്യില്ല, എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, അതിനോട് നോ ഇൻട്രസ്റ്റ്. ബോയ് ഫ്രണ്ടാണെങ്കിൽ മാത്രം എനിക്ക് 2 അടിക്കുന്ന ബോയ് ഫ്രണ്ടിനെ വേണം. കള്ളു പിടിക്കാത്തവരെ വേണ്ട. കള്ളു പിടിക്കാത്ത മൈനമാർക്ക് ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സത്യം. ഇതെങ്ങനെ കിടത്തണം അവനെ? നമ്മൾ 2 അടിച്ചിട്ട് അവനിങ്ങനെ നേരെ കിടക്കണം, നമ്മളിങ്ങനെ നിൽക്കണം, നമ്മൾ നല്ല ഫിറ്റ് ആവണം. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആടി ഇങ്ങനെ ആദ്യം നമ്മളിങ്ങനെ ഇരിക്കണം ഒരാളിൻ്റെ താഴെ. അവൻ ഇങ്ങനെ കിടക്കണം, എന്നിട്ട് ഇങ്ങനെ നോക്കണം അവൻ്റെ നേരെ. അല്ല ചേച്ചി കുടിച്ചു കഴിഞ്ഞാൽ, അല്ലാണ്ട് ഇങ്ങനെ അവൻ കിടന്നിട്ട് അവൻ്റെ മേലെ കിടക്കില്ല, അങ്ങനെ ചെയ്യരുത്. ആദ്യം ഇങ്ങനെ ഇരിക്കുക.
എന്നിട്ട് കുറെ നേരം ഇങ്ങനെ നോക്കുക. അപ്പൊ അവന് നല്ല ഫിറ്റായിരിക്കും. അവന് നല്ല ഫിറ്റായിരിക്കും. പിന്നെ ഇങ്ങനെ ആടുക, ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിക്കുക, ഇടക്കിടക്ക് അവന് മീശ പിടിക്കുക, മുറ്റം ഇങ്ങനെയൊക്കെ കാണിക്കുക, അങ്ങനെയൊക്കെ. അയ്യോ ഞാൻ സത്യം, ഞാൻ എൻ്റെ ഭർത്താവിനെ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് ഭർത്താവ് കഴിയില്ല. ആർക്കും വേണം ഭർത്താവിനെ? ഭർത്താവിനടുത്ത് ഒന്നും തോന്നുന്നു. ഹലോ, ഞാൻ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. പിച്ച് എടോ ഇതിന് വേണം എടോ. അല്ല ബ്രഹ്മ, എടോ നല്ല ലേഡീസിന് കിട്ടാനേ നിനക്ക് ഭാഗ്യം വേണം. എല്ലാം അറിയുന്ന ലേഡീനെ കിട്ടാം. ഓക്കെ, സൈസ് എത്രയാ? സൈസ് ഞാൻ നോക്കിയിട്ടില്ല, അളന്നിട്ട് ഞാൻ പറയാം കേട്ടാ. പടാ കിടന്നു. നീ ഏതവനാ? എനിക്ക് ഇപ്പോഴേ ഭാഗ്യം. എനിക്ക് എപ്പോഴാ പോടി കൂത്തിച്ചി. എടാ ആപ്പിളെ, കുനിഞ്ഞിരുന്നിട്ട് നിന്റെ അവിഞ്ഞ കുണ്ണ പോയിട്ട് എവിടെയെങ്കിലും കൂടെ കയറ്റ്. ഒരു മിനിറ്റ് ഏതോ മരം വിളിക്കുന്നു. അയ്യോ പോയടാ, പോയി. ഏതവനാണോ എന്തോ. ഹലോ, ഈ മൈ കട്ടാക്കി. അയ്യോ, രണ്ടെണ്ണം അടിക്കാൻ മൂടാവുന്നു പണ്ടാറ്. എനിക്ക് ചില സമയത്ത് രണ്ടെണ്ണം അടിച്ച് ദേഷ്യം വരും. ബിജിമോള് ഹെയർ കളർ അടിപൊളി. സീരിയസ്ലി ഞാൻ ആദ്യം ഇത് എടാ പോടാ നിന്റെ അണ്ടി. ഞാൻ ഇപ്പോഴേ പൂസായത് തോന്നുന്നു. കള്ളും കുടിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. പൂസായ പോലെ നിൽക്കണം. എനിക്ക് എന്തോ ഒരു പൂസ് പോലെ തോന്നുന്നു. കള്ളും കുടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്താ ഇങ്ങനെ? അത് മൂടായതുകൊണ്ടാവൂലേ? ഈ മയില് കട്ടിലില്ലാത്തോണ്ട് ഭയങ്കര പ്രശ്നമായേക്കാന്ന്. ഒരു കഴിയാൻ പിന്നെ കട്ടിലാണ്, സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കും. ഞാൻ കട്ടില് മേടിക്കാത്തയാ. എപ്പോഴും കട്ടില് മേടിക്കണോ വേണ്ടിയോ? പിന്നെ നോക്ക് കട്ടില് വേണ്ട. ദൈവം, ഇതൊക്കെ നാളെ ഇനി ട്രോളായി മാറുമെന്തോ. പെരുന്നാൾ ട്രിപ്പ്. അയ്യോ ഞാനില്ല എൻ്റെ ഏട്ടാ, ഞാനില്ല. എന്തിനാ ഇങ്ങനെ കൊതിപ്പിക്കുന്നേ? ആര് കൊതിപ്പിച്ചു ഏട്ടാ? അയ്യേ, ബിജി ചേച്ചി ആരും കൊതിപ്പിക്കില്ല. ഞാൻ എന്തിനായിട്ടാ എല്ലാവരും കൊതിപ്പിക്കുന്നേ? എനിക്ക് കൊതിപ്പിക്കാൻ അറിയില്ല, ഉള്ളത് പറയും. ഞാൻ ആണുങ്ങളെ കൊതിപ്പിക്കത്തൊന്നുമില്ല ഏട്ടാ. ഞാൻ അങ്ങനെ കൊതിപ്പിക്കുന്ന ആളുമല്ല. കൊതിപ്പിക്കാൻ അറിയില്ല, പറയേണ്ടത് മുഖത്തേക്ക് പറയും. സീരിയസ്ലി പറയേണ്ടത് ചേട്ടാ, മുത്തേ എന്നൊക്കെ പറയും. അത് ഓപ്പണായിട്ട് പറയണില്ലേ? അത് കൊതിപ്പിക്കുന്ന കാര്യ. ഇവിടെ എനിക്ക് മൂടായി. സീരിയസ്ലി ഇവർക്ക് മൂടായി. അടിപൊളി. എന്നോട് പലരും പറയാറുണ്ട് ടീച്ചേഴ്സിന്റെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ മൂടാവാത്ത ആണുങ്ങൾ വരെ മൂടാവുന്നു. സത്യമാണോ ക്വിസ്? പറഞ്ഞിട്ടല്ല കൊതിപ്പിക്കുന്നേ, കാണിച്ചിട്ട് കൊതിപ്പിക്കാന്ന്. ഓ അങ്ങനെ എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ബി ചേച്ചി ഞങ്ങൾക്ക് ഒന്നും ത്രില്ലില്ല, മൂട്. ഇവിടെ ഈ ബ്രേസർ പകുതി കീറിയിരിക്കുന്നുണ്ട്, പകുതി പുറത്തേക്ക് ചാടിയുന്നേ. ഈ ബ്രേസർ കൊള്ളൂല. ആശപ്പ ചേച്ചി എനിക്കൊരു പറ്റി. എനിക്ക് പഴയ പ്രായമാണ്. ഇവിടെ ഓക്കെയാണ്. ഈ താഴ്ഭാഗം കണ്ടോ, ഇവിടെ ചെറുതായിട്ടൊന്ന് കീറി. അപ്പൊ ഇവിടെ കിടന്ന് ഈ സാധനം ഇവിടെ ഇതേ ഉണ്ടോ തള്ളി. അപ്പൊ ഇതുമ്പോ പിടിക്കുമ്പോൾ ഭയങ്കര വേദന. എന്താ പുറത്ത് ഉള്ളിലോട്ട് കയറുന്നില്ലെന്ന്. ബ്രേസർ കീറി. ഇനി ഇത് കാട്ടിക്കളയണം. ബ്രേസർ കീറിയതുകൊണ്ട് നമ്മുടെ ഇതിവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കിടക്കുകയെന്നേ. അതിനൊക്കെ അപ്പൊ അതിങ്ങനെ പിടിക്കുമ്പോൾ അതുമ്പോ തോന്നുകൊണ്ടി പോകുന്നു. എന്നാ അത് എടുത്തു കളഞ്ഞോ? ഷോപ്പിൽ നിന്ന് കളയേണ്ടി വരുമോ ദൈവമേ? അയ്യേ, എൻ്റെ ചേട്ടൻ ചിരിപ്പിക്കില്ല. നേരെ ബാത്റൂമിലോട്ട് പോയിക്കോ. നേരെ ബാത്റൂമിലോട്ട് പോയിക്കോന്നേ. എന്നോട് തന്നെ. നേരെ ബാത്റൂമിലോട്ട് പോവുക. ബോസിനോടോ സാറിനോടോ
ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്ത ഡോക്ടറോടോ അയാളോട് പറയാം എനിക്കൊന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടണം എമർജൻസി ആണെന്ന് പറയാം. അപ്പം നേരെ ബാത്റൂമിൽ പോവുക, എന്നിട്ട് അങ്ങ് പിടിച്ചങ്ങ് ആഞ്ഞു കുളിക്കും, നന്നായിട്ടിരിക്കും. എവിടെ ജോലി എന്നൊന്നും അറിയില്ല, എനിക്കില്ലോ വല്ലാത്ത കാര്യം.